രേണു ആണെങ്കിൽ സുധിയുടെ മണമുള്ള പെർഫ്യൂമിനെ പറ്റി മോശമായിട്ട് പറഞ്ഞു. അത് കൊള്ളില്ല എന്ന് പറഞ്ഞ് കുറേയധികം പേര് ഇതിനെപ്പറ്റി വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് രേണു പറഞ്ഞത്. ആദ്യമേ അത് കൊണ്ടുവന്ന സമയത്ത്, ലക്ഷ്മി നക്ഷത്ര കൊണ്ടുവന്ന സമയത്ത് ആ ഒരു സ്പ്രേ അടിക്കുകയും ഭയങ്കര ഇമോഷണലായിട്ടുള്ള രീതിയിൽ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം ഇൻ്റർവ്യൂ കൊടുത്ത സമയത്ത് ഇതിനെക്കുറിച്ച് ചോദിച്ച സമയത്ത് ആ ഒരു പെർഫ്യൂം കൊള്ളത്തില്ലെന്നും ആ ഒരു പറഞ്ഞ രീതിയും കുറേയധികം പേർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അത് എല്ലാവരും എടുത്ത് വെച്ച് ചർച്ചയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തിനാണ് ഇങ്ങനെ സംസാരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതിന് റിപ്ലൈ ആയിട്ട് രേണു തന്നെ വന്നിട്ടുണ്ടൊരു മറുപടിയായിട്ട്. ആ ഒരു മറുപടിയിൽ വീഡിയോയിൽ പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ, അത് വിയർപ്പിൻ്റെയൊക്കെ സ്മെല്ലൊക്കെ ഉള്ളതാണ്. ഒരു പെർഫ്യൂം എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ആ ഒരു സുധിച്ചേട്ടൻ്റെ പ്രസൻസൊക്കെ മനസ്സിലാക്കാൻ അദ്ദേഹത്തിൻ്റെ മണമാണ്. പക്ഷെ എന്ന് പറഞ്ഞ് ഒരിക്കലും നമുക്കത് ഡ്രസ്സിലോ ഒന്നും അടിച്ചുകൊണ്ട് നടക്കാൻ പറ്റുന്ന ഒരു പെർഫ്യൂമല്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ അത് കുറേയധികം ആൾക്കാർ തെറ്റായിട്ട് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വൺ ഓഫ് ദി ബെസ്റ്റ് ഗിഫ്റ്റ് തന്നിട്ടുള്ളൊരു വ്യക്തിയാണ് ലക്ഷ്മി നക്ഷത്ര. അവളാണ് എനിക്കത് കൊണ്ട് തന്നെ എന്നുള്ളൊരു കാര്യം രേണു അതിനകത്ത് പറയുന്നുണ്ട്. നിങ്ങൾ കുറേയധികം പേര് തെറ്റിദ്ധരിച്ചതാണ്. ഞാൻ പറഞ്ഞ ചിലപ്പം നിങ്ങൾക്ക് തെറ്റായി തോന്നിയതായിരിക്കും. ഞാൻ പറഞ്ഞത് അത് മാത്രമാണ്. ഒരു സ്മെല്ല് അങ്ങനെ ഉള്ളത് കൊണ്ട് തന്നെ ഡ്രസ്സിലോ ഒന്നും തന്നെ അങ്ങനെ ഉപയോഗിക്കാൻ പറ്റത്തില്ല. അല്ലാതെ വേറെ ഒരു കുഴപ്പമോ കാര്യങ്ങളോ ഇല്ല. ഈ ഒരു കാര്യം പറഞ്ഞതുപോലെ തന്നെ രേണു ഒരു പോസ്റ്റ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു പോസ്റ്റ് എന്ന് പറയുന്നത് രേണുവും 2 മക്കളും കൂടെ ചേർന്നുള്ള ഒരു പോസ്റ്റായിരുന്നു. ഈ ഒരു പോസ്റ്റ് കുറേയധികം പേർക്കുള്ള മറുപടി എന്നുള്ള രീതിയിലാണ് പോസ്റ്റ് ചെയ്തിട്ടുള്ളത് എന്നാണ് ആൾക്കാർ കാണുന്നത്. കാരണം കുറേയധികം പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കിച്ചു സ്വന്തം മോനല്ലാത്തതുകൊണ്ട് നല്ല രീതിയിലൊന്നും നോക്കിയൊന്നും തന്നെ ചെയ്യത്തില്ല എന്നുള്ള കാര്യം. അതിനൊക്കെ ഒരു റിപ്ലൈ ആയിട്ടും കൂടിയാണ് അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടെന്നുള്ളൊരു കാര്യമാണ് തോന്നിയത്. എന്തായാലും രേണുക കൊടുത്ത മറുപടി വളരെ റൈറ്റായിട്ടുള്ളൊരു മറുപടിയാണ്.